അതെ, എല്ലാവർക്കും നമസ്കാരം. UPI ഇടപാടിൽ നാളെ മുതൽ മാറ്റാം. ഈ മാറ്റം വരുത്തിയില്ലെങ്കിൽ പണം അയക്കാനാവില്ല. UPI ID കളിലോ ഇടപാട് ID കളിലോ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ 2025 ഫെബ്രുവരി 1 മുതൽ പേയ്മെന്റ് പരാജയപ്പെടുമെന്ന അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. 2025 ഫെബ്രുവരി 1 മുതൽ UPI ID കളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI അറിയിച്ചു. UPI ID കളിലോ ഇടപാട് ID കളിലോ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ 2025 ഫെബ്രുവരി 1 ശേഷം പേയ്മെന്റ് പരാജയപ്പെടുമെന്നും NPCI വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ UPI ID-യിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ അവയിൽ ഉടൻ തന്നെ മാറ്റം വരുത്തേണ്ടി വരും. ജനുവരി 9-ന് UPI ഇടപാടുകളിലെ മാറ്റം സംബന്ധിച്ച് NPCI ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ പുതിയ നിയമങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി മുതൽ UPI ഇടപാട് ID-യിൽ ആൽഫാ ന്യൂമറിക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കുലറിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നത്. അതായത് അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രത്യേക പ്രതീകങ്ങളൊന്നും, അതായത് ക്യാരക്ടർ അതിൻ്റെ ഭാഗമാകരുത്. ഏതെങ്കിലും ഇടപാട് ID-യിൽ പ്രത്യേക ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അത് നിരസിക്കും. ഇത്തരം ഇടപാടുകൾ കേന്ദ്ര സംവിധാനം സ്വമേധയാ തള്ളുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. നിങ്ങൾ ഈ മാറ്റം വരുത്തണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജനപ്രിയ പേയ്മെന്റ് ആപ്പുകൾ ഓട്ടോമാറ്റിക്കലായി UPI ID സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഉപയോക്താക്കൾക്ക് സ്വന്തമായി ഇഷ്ടാനുസൃത UPI ID സൃഷ്ടിക്കാനും നിലവിലുള്ള ID-യിൽ മാറ്റങ്ങൾ വരുത്താനും ഉള്ള ഓപ്ഷൻ ലഭിക്കും. നിങ്ങളുടെ നിലവിലുള്ള UPI ID-യിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഈ ഫീച്ചർ ഉപയോഗിച്ച് സ്പെഷ്യൽ ക്യാരക്ടറുകൾ നീക്കം ചെയ്യുക. ഇതുകൂടാതെ തിരഞ്ഞെടുത്ത പേയ്മെന്റ് ആപ്പുകൾ നിലവിലുള്ള ID-യിൽ സ്വയമേ മാറ്റങ്ങൾ വരുത്തും. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾ സമയബന്ധിതമായി മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ UPI പേയ്മെന്റുകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഫെബ്രുവരി 1-ന് ശേഷം നിങ്ങളുടെ UPI പേയ്മെന്റുകൾ തുടർച്ചയായി പരാജയപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ UPI ID-യിലോ ഇടപാട് ID-യിലോ ഉള്ള ഈ സ്പെഷ്യൽ ക്യാരക്ടറുകൾ മൂലമാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. UPI വരുന്ന മാറ്റം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, അതായത് 12345890 ആണെന്നും നിങ്ങളുടെ ബാങ്ക് HDFC ബാങ്ക് ആണെന്നും കരുതുക. പേയ്മെന്റ് ആപ്പുകൾ സ്വയമേ നിങ്ങളുടെ UPI ID-കൾ സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് 12345890@OKHDFC എന്നത് ആകാം നിങ്ങളുടെ UPI ID. എന്നാൽ ഇതുവഴി നിങ്ങൾക്ക് ഇടപാട് നടത്താൻ സാധിക്കുകയില്ല. നിങ്ങളുടെ UPI ID-കൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നു. UPI ID-കളിൽ പ്രത്യേക പ്രതീകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനം UPI ഇക്കോസിസ്റ്റം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. NPCI പുറത്തുവിട്ട ഡേറ്റ പ്രകാരം UPI ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. UPI വഴിയുള്ള ഇടപാടുകളുടെ മൂല്യം 2024 ഡിസംബറിൽ 16.73 ബില്യൺ എന്ന റെക്കോർഡ് ഉയർത്തിയെത്തി. മുൻ മാസത്തേക്കാൾ 8% വർധനമാണ് ഇതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UPI ID-കളിൽ ഈ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി 1-ന് ശേഷം ഇടപാടുകൾ തടസ്സപ്പെട്ടേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.